എന്താണെന്ന് തെളിയണം, എന്താ സംഭവിച്ച് നോക്കുന്നില്ല. കാരണം ഗർഭിണിയാണ്, ചെറിയ വയസ്സാണ്, ഒരു മോള് വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അനാഥ നിൽക്കുകയാണ്. ഇതിൻ്റെ മുന്നേ അവളെ വണ്ടി ഇടിച്ച് കുത്താൻ നോക്കി, അവളെ കാലും കൈയെല്ലാം മുറിവുണ്ട്, പിന്നെ അവളെ അടിക്കലുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വണ്ടി കയറ്റിക്കൊള്ളാൻ ശ്രമിച്ചില്ലേ, അങ്ങനെ വിളിച്ചിരിക്കാനോ. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഞാൻ ചെയ്യുമെന്ന് പറയുന്നത്. ഇത് ഫുൾ ലഹരിയിലുണ്ടാകുക, ഫുൾ ടൈം വെള്ളത്തിലുണ്ടാകുക. കൊയിലാണ്ടി അരിക്കുളം സ്വദേശിയായ 28-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അവർ 7 മാസം ഗർഭിണിയായിരുന്നു. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുടുംബം ആക്ഷേപം ഉന്നയിക്കുന്നത്. നമുക്കിപ്പം ഷമീമയുടെ ബന്ധുക്കൾ കൂടി ചെയ്യുന്നുണ്ട്. ഈ മരണത്തിന് പിന്നിൽ ഭർത്താവിൻ്റെ അക്രമമാണ് എന്നാണോ നിങ്ങൾ സംശയിക്കുന്നത്? സംശയമുണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ മുന്നേ അവളെ വണ്ടി ഇടിച്ച് കുത്താൻ നോക്കി, അവളെ കാലും കൈയെല്ലാം മുറിവുണ്ട്, പിന്നെ അവളെ അടിക്കലുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിളിച്ച് പറയലുണ്ട് എന്നെ. ഇതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് തെളിയണം. ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് ഇവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്? അവളെ വയറ്റിൽ നിന്ന് എന്തൊരു കറുപ്പ് സാധനം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞേരം പറഞ്ഞ് തലൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ചോദിക്കുന്നവരെ വലിയ പറയും കോമയിലാണ് എന്ന് പറഞ്ഞു. വിഷം കൊടുത്തതാണ് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. എന്താണ് നിങ്ങളുടെ കയ്യിന് സംഭവിച്ചത്? അത് അവളെ ഫോണ് എൻ്റെ കൈമേലാണുള്ളത്. അത് വേണമെന്ന് പറഞ്ഞ് അവൻ്റെ 3 സ്നേഹിതന്മാരും അവനും വന്ന് മെനഞ്ഞാന്ന് രാത്രി ഇടിച്ചതാണ്. കല്ല് കൊണ്ട് കുത്തിയ സമയത്ത് അവന് തടഞ്ഞതാണ്. അപ്പോൾ കൈ പോയി. കല്ലെടുത്ത് കുത്തുന്നേരം തടഞ്ഞ് കൈ കുത്തിപ്പോയതാണ്. 4 തുന്നുണ്ട്. ഇതിന് മുമ്പും പല തവണ ഷമീമ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഒരുപാട് തവണ നമ്മൾ വിളിച്ച് പറയില്ല, ഇവനെ വിളിച്ച് പറയലുണ്ട്. ഒരു സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഭാര്യ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ നീ ആര് ചോദിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചാരോ ഒരു സമയത്ത് ഈ വണ്ടി കയറ്റിക്കൊള്ളാൻ ശ്രമിച്ചില്ലേ, അങ്ങനെ വിളിച്ചിരിക്കാനോ. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഞാൻ ചെയ്യുമെന്ന് പറയുന്നത്. ഇത് ഫുൾ ലഹരിയിലുണ്ടാകുക, ഫുൾ ടൈം വെള്ളത്തിലുണ്ടാകുക. ഈ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊക്കെ ഭീഷണിയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. എന്നോട് ഞാൻ വിളിച്ചറിയാം, നീ കബർ കുച്ച് വെച്ചോ, എന്ന് ഞാൻ കൊല്ലുന്ന പറഞ്ഞത്. ഞാൻ ഇതിന് പോകുന്ന ആൾ ഞാനാണ്. ഇവർക്ക് വേറെ ആരുമില്ല, ബാപ്പയും അമ്മയൊന്നും ഇല്ല. അപ്പോൾ ബന്ധുവിൽ ഞാനുള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ കൊല്ലുന്നവൻ പറയുന്നത്, എന്നെ ഇവനെയും കൊല്ലുന്നതാണ് പറയുന്നത്. എന്നെ അങ്ങോട്ട് കേസ് മുന്നോട്ട് പോയാൽ കൊല്ലുന്നവൻ പറയുന്നത്. നമുക്ക് തെളിയണം, എന്താണെന്ന് തെളിയണം, എന്താ സംഭവിച്ച് നോക്കുന്നില്ല. കാരണം ഗർഭിണിയാണ്, ചെറിയ വയസ്സാണ്, ഒരു മോള് വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അനാഥ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി നമുക്കിത് തെളിഞ്ഞാൽ മതിയാവും. എന്നാലും സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം വേണം. എന്താണ് സംഭവിച്ചത് എന്ന് തങ്ങൾക്ക് അറിയണം. അതിനുള്ള നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. കോഴിക്കോട് നിന്ന് ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.